പൂരം കലക്കികൾ നിർബാധം വാഴുന്ന ഒരു നാട്ടിൽ എത്ര സമർത്ഥമായിട്ടാണ് സാംസ്കാരിക തലസ്ഥാനത്ത് ഒരു സവർണ്ണ ബിംബത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചത്. അല്ലെങ്കിൽ ഈ ഉടുതുണിയില്ലാതല്ല, താഴെ മുണ്ടുണ്ടായിരുന്നു, ഈ കുടവയർക്ക് പുറത്ത് കാണിച്ച് ഒരു കസവും കൊണ്ട് പുതപ്പിച്ച് തെരുവിലൂടെ നടത്തിയ ആ വിഗ്രഹത്തിന് സ്തുതി പാടാൻ എത്ര ആള് തൃശ്ശൂരിലെ സാംസ്കാരിക നഗരിയിലെ കൗമ്പായൊക്കെ കണ്ടില്ലേ? കൗമ്പായൊക്കെ നോക്കി നിൽക്കുക. ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ യുക്തി ചിന്തയ്ക്ക് വേണ്ടി ജീവിച്ച് ശോഷിച്ചു പോയ ഒരു മനുഷ്യൻ നോക്കി നിൽക്കെ ജീർണിച്ച സവർണത വീർത്ത വിഗ്രഹങ്ങൾ സാംസ്കാരിക നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മലയാളിക്ക് വലിയ അസ്വാഭാവികത തോന്നിയില്ല. അതാണ് പരിഷത്തർക്ക് അസ്വാഭാവികത തോന്നിക്കാണും. പരിഷത്തല്ലോ പൊതുബോധം, അല്ലെ? പൊതുബോധം നിർണ്ണയിക്കുന്നതിൽ മറ്റു പല ശക്തികളുണ്ട്. എല്ലാ മന്ത്രവാദ കേന്ദ്രങ്ങളും, എല്ലാ ജ്യോതിഷ കാര്യാലയങ്ങളും, എല്ലാ മഷിനോട്ടക്കാരും, അല്ലെ, ഒക്കെ തിരിച്ചു വന്നില്ലേ? ഞാനൊരു 30 കൊല്ലം മുമ്പ് ഈ തൃപ്രയാർ വഴിക്ക് വരുമ്പോൾ അവിടെ കുട്ടിച്ചാത്തനൊക്കെ ഉണ്ടായിരുന്നു. ആ വഴി പോയ ഒരു കുട്ടിച്ചാത്തൻ സ്ഥലമുണ്ട്. അവിടേക്ക് സാധാരണഗതിയിൽ ആരും പോവില്ല. പുരോഗമനവാദികളെ പഠിച്ച് ആരെങ്കിലും തലയിൽ മുണ്ടിട്ട് പോയാലായി. ഇപ്പോൾ നോക്കൂ, കുട്ടിച്ചാത്തൻ പിരിഞ്ഞ് 5-8 കുട്ടിച്ചാത്തന്മാരായി. വലിയ കമാനങ്ങൾ കാണാം. യഥാർത്ഥ കുട്ടിച്ചാത്തനിലേക്കുള്ള വഴി ഇതിലെ എല്ലാ കുട്ടിച്ചാത്തന്മാർ തടിച്ചു കൊടുത്തിരിക്കുകയാണ്. പുരോഗമനവാദികൾ പോലും യാതൊരു ലജ്ജയുമില്ലാതെ കേസ് നിറയെ മദ്യവുമായി കുട്ടിച്ചാത്തനെ കാണാൻ പോവുകയാണ്.